5 വീട്ടമ്മമാരിൽ വിജയ കിരീടം ചൂടുന്നതാര്? മ്യൂസിക്കൽ വൈബ് മെഗാ ഗ്രാൻഡ് ഫിനാലെ ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ഫ്ലവേഴ്സ്. അഞ്ജു, നീ എന്താ ഇവിടെ? അല്ല, ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ? കൂട്ടിയെടുക്കാൻ വന്നതാ. കൊറേ ആയി, ലേറ്റായി. അച്ഛൻ പിന്നെയും വന്നാ? പോയി കിടക്കച്ചാ, ലേറ്റായി. ഇനി എന്തോന്ന് ഉറങ്ങാൻ? നീ കിടക്കാൻ കൂട്ടു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയി കിടക്ക്, ഞാൻ ഇവിടെ ഒറ്റ കിടക്കട്ടെ. അച്ഛാ, എന്തുപറ്റി? അമ്മ ഓടിച്ചുട്ടോ? ഓടിച്ചൊന്നും വിട്ടൊന്നുമില്ല. ആ അഞ്ചു ഇവിടെ കിടക്കാൻ വേണ്ടി ഇരിക്കണം. അഞ്ചു കുഞ്ഞമ്മയോ? ആ കുഞ്ചു കഞ്ചമ്മന്നെ. എങ്കി അച്ഛൻ ഇവിടെ തന്നെ കിട, അതാ നല്ലത്. അച്ഛന്റെ പിറക്കാതെ പോയ ആ സഹോദരി ഇല്ലേ, പണിയൊന്നതാ. കിടക്കാം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ബെഡി കിടക്കാനാ? അതിനെന്താ, ഇവിടെ ഒരു കട്ടിലല്ലേ ഉള്ളൂ. അതൊന്നും പറ്റൂല, താൻ നിലത്തെങ്ങാനും കിടക്ക്. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരുമിച്ച് കിടക്കാറ്. അതിൽ ഗേൾസ് ഉണ്ടാവും, ബോയ്സ് ഉണ്ടാവും. ഞാൻ അത്രയും പുരോഗമിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടേ താൻ താഴെ കിടക്ക്. ഞാനെന്തിനും താഴെ കിടക്കണം? പിന്നെ ഈ വയാത്ത കാലം കൊണ്ട് ഞാൻ താഴെ കിടക്കണ? തനിക്ക് തന്നെ വിശ്വാസമില്ലേ? എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? താൻ വന്ന് കിടന്നേ. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്, പക്ഷെ തന്നെ വിശ്വാസമല്ല. അധികം ഡയലോഗ് അടിക്കാണ്ട് താഴെ കിടക്ക്. ഞാൻ വന്നപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഡോർ അടഞ്ഞു കിടന്ന ഇതിനുള്ളിൽ എന്ത് ബഹളം ഉണ്ടായാലും ആരും പുറത്ത് കേൾക്കില്ല. അത് മാത്രല്ല, തനിക്ക് ഓടി രക്ഷപ്പെടാനും പറ്റില്ല. കാല് വയ്യാണ്ടിരിക്കല്ലേ? ഞാൻ നിന്നെ എന്ത് ചെയ്താലും ഒരു കുഞ്ഞു പോലും പുറത്തറിയില്ല. അർജുൻ, നീ ആവശ്യത്തൊന്നും ചിന്തിക്കല്ലേ. തന്നെ കസരന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. വാ, ഞാൻ പിടിച്ചു എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോയി കിടത്താം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? വേണ്ട, ലൈറ്റ് ഓഫ് ചെയ്യണ്ട. എന്താ പേടിയാണോ? പേടിയൊന്നുമില്ല, അതോ അവിടെ കിടന്നോട്ടെ. എന്നാ ഓക്കെ.
എത്തി നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പൊന്ന് സഹോദരാ. സഹോദരനാ? അമ്പലമണി, അമ്പലമണി, അമ്പലമണി. ഞാൻ അന്നേ തീരുമാനിച്ചതാ, എനിക്കൊരു ലൈഫ് പാർട്ണർ ഉണ്ടെങ്കിൽ ത്രിവേണിയായിരിക്കും. താൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം, ഞാൻ കഴിക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനെ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്, അതാ. ഇനി വേണോ? വേണ്ട, മതി. ഏട്ടാ, ചായ. എന്താ ഏട്ടാ, എന്നോട് ദേഷ്യാണോ? ഏയ്, നീ എന്ത് പണിയാണ് അഞ്ജു ഇന്നലെ കാണിച്ചത്? ഞാൻ വേണോന്ന് വെച്ചിട്ട് ചെയ്തതല്ല ഏട്ടാ. ഏട്ടത്തി ഒറ്റയ്ക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാ.
എന്തിനാണോ എന്തോ ദൈവം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഒരാൾക്ക് നല്ല കാര്യം വേണമെന്ന് വെച്ച് ചെയ്താലും ദോഷമായിട്ടാണല്ലോ ഭഗവാനെ വരുന്നത്. സാരില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ. എന്നാലും ഏട്ടൻ വെറുതെ എങ്കിലും ചിന്തിച്ചു കാണില്ലേ ഞാൻ നിങ്ങളെ തമ്മിൽ അകറ്റാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്? ഏയ്, അതൊന്നുമല്ല. ഏട്ടൻ എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. അതിൽ എന്റെ അടുത്ത് ഈ ചായ പോലും വാങ്ങി കുടിക്കാത്തത്. ഇപ്പൊ പ്രശ്നമില്ല. ഇല്ല. ആ കുഞ്ഞമ്മയുടെ ഉണ്ടായിരുന്നോ? എന്താടി എനിക്ക് ഇവിടെ നിന്നൂടെ? അല്ല, ഇന്നലെ എല്ലാം കൊളമാക്കിയിട്ട് അച്ഛന് ചായ കൊണ്ട് വന്നേക്കുവാ. അത് ഞാൻ ഏട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ കേറി ഇടപെടണ്ട. അഞ്ചു കുഞ്ഞമ്മ, ദേവുവേ ഞങ്ങളോടെല്ലാം പറഞ്ഞു. ദൈവം എന്തു പറഞ്ഞു? ഇന്നലെ രാത്രി റൂമിൽ സംസാരിച്ചത് മറന്നോയോ? നീ ഇതെവിടെ പോണു? ഏട്ടത്തിയുടെ റൂമില്. എന്തിന്? ഏട്ടത്തി കൂട്ട് കിടക്കാൻ. അവിടെ ചേട്ടനും ആളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്തിനാ? അതിനെന്താ എനിക്ക് കൂട്ട് കിടന്നൂടെ? എടി ത്രിവേണി ഇല്ലാത്തതല്ലേ, ഏട്ടനും പിള്ളേരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ആ റൂമിൽ കിടക്കാൻ. നീ ആയിട്ട് എന്തിനാടി അത് കൊളാക്കണേ? അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്യണ്ട. ഈ വീട്ടിൽ ഞാൻ മാത്രം പ്ലാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ അവരെന്തിനാ ഒന്നിക്കുന്നത്? എടി നീ ഇവിടെ എങ്ങനെ കിടന്നേ? ഒരു നല്ല കാര്യം ചെയ്യാനും പോലും സമ്മതിക്കില്ലല്ലോ. ഇതൊക്കെയാണ് ഇവൾക്ക് നല്ല കാര്യം. പ്രകാശ വന്ന് കിടക്കാൻ നോക്കിയേ. നീ ഉറങ്ങിയില്ലേ? തൊഴിലും നന്നായാലേ ഉറങ്ങാൻ പറ്റൂ. എന്നാ ഞാൻ കിടക്കാം. അച്ഛാ, ഒരു കഥ പറഞ്ഞുതരോ? കഥയാ? പണ്ടേ ഒരു അച്ഛനും മോളുണ്ടായിരുന്നു. അതിൽ അച്ഛൻ കിടന്ന് ഉറങ്ങി. പ്രകാശ, ഞാൻ ഉറങ്ങി. അപ്പൊ നീ ഉറങ്ങുമല്ലായിരുന്നോ? ഇല്ല. എടാ മക്കളെ, ഇവിടെ നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് അറ്റവും മൂലമൊക്കെ എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ പറയാ. ദേവു, ഉറക്കത്തിൽ എന്തെങ്കിലും കേട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞു നടക്കരുത് കേട്ടാ. അഞ്ചു കുഞ്ഞമ്മ, കുഞ്ഞമ്മ അവിടെ അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. നീ പോടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. അതിന്റെ ഇടയിൽ കയറി വന്നേക്കരുത്. ഇല്ലേട്ടാ, ഞാൻ വരൂല. പിള്ളേരെ നോക്കിയാ മതി. ദേ, അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. ഇനി ഒന്നും ഒപ്പിച്ചു വെക്കരുത്. ആ, ഞാൻ കേട്ട്. വാ. ഒന്നിപ്പിച്ചേരാം. രണ്ടിനും ഞാൻ ഒന്നിപ്പിച്ചേരാം. ഞങ്ങള് പതി ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക ചേച്ചി. മണ്ണൊക്കെ മാറ്റി വഴി ക്ലിയർ ആക്കിയെന്ന് ന്യൂസിൽ കണ്ടു. വഴിയിലൊക്കെ എന്തേലൊക്കെ പ്രശ്നം കാണും. നീ മഴ മാറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇവിടെ ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറപ്പെട്ട രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എത്താം. ആ, ഒറ്റയ്ക്കല്ലല്ലോ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ചേച്ചി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ശരി, നീ എന്തായാലും പറ്റുമ്പോഴൊക്കെ വിളിക്കുക കേട്ടോ. പിന്നെ നീ ഇടയ്ക്ക് അച്ഛനെ ഒന്ന് വിളിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അച്ഛന് വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. വിളിക്കാൻ ചേച്ചി. സൂക്ഷിക്കണം. നീ ഇടയ്ക്ക് വിളിക്കുക കേട്ടോ. ഫോൺ കംപ്ലൈന്റ് ചേച്ചി. കംപ്ലൈൻ്റ് ഒക്കെ നമുക്ക് വന്നിട്ട് ശരിയാക്കാം. ശരി, ഞാൻ വിളിക്കാട്ടോ. ശരി മോളെ. ആരാ? ത്രിവേണിയാണോ വിളിച്ചത്? ആ, ഓക്കെയാണോ? അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് പൈസ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാനങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. വേണ്ട, അവളുടെ കയ്യിൽ കാശുണ്ട്. അവര് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇങ്ങോട്ട് തിരിച്ചെന്നാ പറഞ്ഞു. ആ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. നീ താഴത്തോട്ടോ, ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഞാൻ വന്നോളാം.
ടൂ വീലറിന് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. കാറും ബസ്സൊക്കെ പോകണമെങ്കിൽ 2 ദിവസം എടുക്കും എന്തായാലും. 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയോ? പോരാ, ഞാൻ ഇപ്പൊ ചേച്ചിയെ വിളിച്ച് പറഞ്ഞാലേ ഉള്ളൂ. എനിക്കും തന്നെ പോണം. ഞാൻ ബൈക്കിലാണ് വന്നത്. ഇല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് പതുക്കെ പോവാം. റൂം വെക്കേറ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഏയ് അതൊന്നും വേണ്ട. 2 വീലർ എങ്കിൽ 2 വീലർ. എനിക്ക് വേഗം വീട്ടിൽ പോകണം. എന്നാ ഓക്കെ, റെഡി ആയി ഇറങ്ങാം. ത്രിവേണി അർജുനും ഒളിച്ചോടി പോയി കാണുമോ? രണ്ടുപേരും ബാഗും കൊണ്ടാ പോയതെന്തായാലും. കിഷോറേട്ടൻ ചിലപ്പോ അതിന് സപ്പോർട്ടായിരിക്കുമോ? ആരുടെ കയ്യിൽ നിന്ന് അടുത്ത പണി വാങ്ങാനുള്ള ആലോചനയില്ല. ഓ വലിയ തമാശ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഈ സിനിമയിലെ നായകന്റെ കള്ളത്തരം പൊളിക്കാൻ ഒരു കോമഡി പീസ് ഉണ്ടാവുമല്ലോ. അയാൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷേ സിനിമ തീരുന്നവരെ അയാളെ ആരും വിശ്വസിക്കൂല. ശരിയല്ലേ? സിനിമയിലെ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിപ്പൊ പറയാനുള്ള കാരണം എന്താ അതെനിക്ക് മനസ്സിലായി. ത്രിവേണിയുടെ അർജുന്റെയും കാര്യത്തിലെ ഇതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പൊ ഞാനൊരു കോമഡി പീസായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നതൊക്കെ സത്യമായിരിക്കും. അല്ല, സത്യമാണല്ലോ. നീ എന്ത് സത്യം പറഞ്ഞു നീ പറയണേ? ത്രിവേണി അർജുന ഒളിച്ചോടി പോയിന്ന്. എന്റെ പൊന്നഞ്ചു, നിനക്ക് വേറെ ഒരു പണിയില്ലേ? നീ തന്നെയല്ലേ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇന്നലെ വിളിച്ചത് കിഷോറേണ്ണെ? നിങ്ങളുടെ കൊച്ചച്ഛനല്ലേ? അങ്ങേര് പെരും കള്ളനാ. അങ്ങേരെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അതും ഞാൻ കണ്ടെത്തിയ വേറൊരു സത്യം. എന്റെ പൊന്നോ, നിങ്ങൾ കേട്ടോ, ഇന്നലെ രണ്ടും കൂടി ഒന്നിച്ചായിരുന്നു താമസം. അവരുടെ ഹണിമൂണും അവരുടെ ഫസ്റ്റ് നൈറ്റും. മൂന്നാമത്തെ സത്യമായിരിക്കും അല്ലേ? വല്ല പാവയായിരുന്നെങ്കിൽ ബാറ്ററിയെങ്കിലും ഉരുവെക്കായിരുന്നു. അപ്പൊ അതും പറ്റില്ലല്ലോ. എടി, നിനക്ക് എന്റെ വായ വെച്ചൊന്നും മിണ്ടാതിരുന്നൂടെ? ഞാൻ ഉണ്ടു. നിങ്ങൾ കണ്ടോ, അവർക്ക് തിരിച്ചു വരാനുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ രണ്ടും രണ്ടു വഴിക്കേ വരുള്ളൂ. ഒന്നെങ്കിൽ ആദ്യം അർജുൻ വരും, പിന്നെ ത്രിവേണി വരും. അല്ലെങ്കിൽ ആദ്യം ത്രിവേണി വരും, എന്നിട്ട് അർജുൻ വരും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ മുന്നിൽ നാടകം കളി. എടി, അവര് പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ, അവരെന്തു വേണമെങ്കിലും ചെയ്യട്ടെ. അതിന് നിനക്കിപ്പോ എന്താ? അങ്ങനെ ഇപ്പൊ ചെയ്യണ്ട. അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട. ഞാൻ സമ്മതിക്കൂല. നീയിപ്പൊ അവനെങ്ങാനും അവളുടെ ഒപ്പം എന്നോട് പറയാതിരിക്കും. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം